എവിടേക്കാണ് കാന്താരി കുട്ടിയോള്? പട്ടണത്തിൽ പോവാ വരണ. ഞങ്ങളിത് ഇപ്പൊ പട്ടണത്തിൽ നിന്ന് വരണേ ഉള്ളൂ. ഇനിയിപ്പൊ അങ്ങോട്ട് പോണില്ല മോളു. ആഹാ, ഇത്തവണ ഇക്ക മുഴുവൻ കറക്കാണല്ലോ. അച്ഛാ എനിക്കും കറങ്ങണം. ഐ, അതിനല്ലേ നമ്മൾ പോണത് തന്നെ. എവിടെ നമ്മുടെ കല്ലു? അമ്മയ്ക്ക് മഴയിൽ കുളിച്ചിട്ട് ജലദോഷായി. മഴയെ കുളിക്കണ കുട്ടിയോളെ പോലെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ അച്ഛനാ കുഞ്ഞിക്കുട്ടി. അച്ഛൻ അമ്മയെ പിടിച്ച് ഉന്തി വലിച്ച് കൊണ്ടുവന്നതാ. ഇതെന്തൊക്കെ കാന്താരി പറയണേ? അത് കാര്യണ്ട് ട്ടാ, ഞാൻ തന്നെയാണ് കൊണ്ടോയെ. ചുമ്മാതല്ല കല്ലു ഇടയ്ക്കിടയ്ക്ക് പറയണേ. എന്തൊട്ട്? ഒരു ദിവസം ഞാൻ ചോദിച്ചു ആൺകുട്ടികളില്ലാത്തതിൽ വിഷമുണ്ടോന്ന്. അപ്പൊ കല്ല് പറയാണ് എനിക്കെന്തിനാ വേറെ ആൺകുട്ടി, രഘേട്ടനുണ്ടല്ലോന്ന്. എന്നിട്ട് വേറൊന്നും കൂടി ചിരിച്ചോണ്ട് പറഞ്ഞുട്ടാ, ഇടയ്ക്കിടയ്ക്കൊക്കെ വലിയ ഗൗരവം കാണിക്കുമെങ്കിലും ചിലപ്പോൾ കുട്ടികളെക്കാളും കഷ്ടാണെന്ന്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോ കത്തി കേറണോ? അവള് പറയണ കാര്യണ്ട്. യൂട്യൂബ് ബ്രൂട്ടസ്, നീ എന്നെ ചതിക്കാണ് അല്ലേ മഞ്ജു? സത്യല്ലേ അച്ഛാ? എന്തൊട്ട് സത്യം? കേട്ടോ ആന്റി, കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഓൺലൈനിലെ ടോയ്സ് നോക്കായിരുന്നു. അക്കാര്യം ഇവിടെ പറയണ്ടാ. എന്തേ പറഞ്ഞാല് ഒന്നുമില്ല. എന്നാലും പാമ്പും കോണിയും കണ്ടപ്പോ ഞങ്ങളത് മാറ്റാൻ നോക്കിട്ട് അച്ഛൻ വിടണില്ല. ഞങ്ങൾക്ക് പാവ മതിയായിരുന്നു. അച്ഛനോ പാമ്പും കോണിയും വാങ്ങണം എന്നായി. എന്നിട്ട് എന്താ, ഈ രണ്ട് സാധനങ്ങളും എന്നെ കൊണ്ട് പാവയും വാങ്ങിച്ചു, പിന്നെ ഞാൻ പാമ്പും കോണിയും വാങ്ങി. ബെസ്റ്റ്. അല്ലിക്ക, ഈ പാമ്പും കോണി എന്നൊക്കെ പറയുമ്പോഴേ ഒരു പഴയ നൊസ്റ്റു വരൂട്ടാ. എന്തൊട്ട് നൊസ്റ്റു? അല്ല, നമ്മളൊക്കെ പണ്ട് ഈ പാമ്പും കോണിയൊക്കെ വെച്ച് കളിക്കണവരായിരുന്നല്ലോ. ഞാനും എൻ്റെ അനിയത്തിയും കൂടെ കളിക്കുമ്പോഴേ എപ്പോഴും കട്ട അവള് കൊണ്ടിട്ട് കളയും. ഞങ്ങളുടെ അച്ഛനറിഞ്ഞ ഇതുപോലൊന്നും അല്ലാട്ടാ, അടിച്ച് തൊട പൊളിക്കും. ഈ മായ്ക്കണ റബ്ബർ തീർന്നു പോയി എന്ന് പറഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് പുതിയൊരെണ്ണം വാങ്ങിക്കും. എന്നിട്ട് അതിനെ മുറിച്ച് ചതുര കട്ടയാക്കും. എല്ലാ വശവും പേന കൊണ്ട് കിഴിച്ച് കുത്തിടും. ഈ പരിപാടി പണ്ട് ഞാനും ചെയ്തിട്ടുണ്ട്. അതന്നെ. കേട്ട് പഠിക്കും മക്കളെ. പാമ്പും കോണിയുടെ രസം വേറൊരു കളിക്കും കിട്ടില്ല. കിട്ടും. സോപ്പും വെള്ളം തീർന്നു കിട്ടും. കല്ലു പറയണ കാര്യണ്ട് കേട്ടാ. ഈ രേഖ കൊച്ചു കുട്ടികളെക്കാളും കഷ്ടാണ്. അതെ അതെ. അല്ല, നിങ്ങൾ എന്താ രണ്ടുപേരോട് പറഞ്ഞു ചിരിക്കണേ? ഉറക്കെ പറയ്, ഞങ്ങളോട് കേട്ട് ചിരിക്കാം. ഞാൻ കേട്ടു, പക്ഷെ പറയില്ല. അതെന്തേ? പറഞ്ഞാല് ഞങ്ങളെല്ലാരും ചിരിക്കും, അച്ഛൻ കരയും. എന്തുടി ഇക്കടാവ് പറയണേ? ഹലോ, പട്ടണത്തിലേക്ക് പോവാനുള്ളതല്ലേ? ഇപ്പൊ പോയാലേ ഇരുട്ടുന്നതിമ്പോ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അത് ശരിയാണ് കേട്ടാ. താങ്ക് യു ഇക്ക. അപ്പൊ നമുക്ക് പോയാലോ മക്കളെ? ശരി, എന്നാൽ പിന്നെ കാണാം. ഓക്കേടാ. അങ്ങനെ കുട്ടിക്കളി മാറാത്ത രഘുവിന്റെ 2 കുട്ടിയോള് അല്ലേ? ശരിയാണ്. കാന്ത വൈബുള്ള എനിക്ക് ഒരു കുട്ടി കൂടി ഇല്ല. എന്നെ സമാധാനിപ്പിക്കുന്ന ആളാണ് ഈ പറയണേ. വീടിന്റെ മുമ്പിൽ ഇങ്ങനെ ലെക്ചർ അടിക്കാണ്ട് നമുക്ക് വീട്ടിലേക്ക് കയറാം. വായോ മോനെ, നിക്കട്ടാ. ഇത് ബിജുവേട്ടനും മനസ്സിലായില്ല എന്ന് തോന്നുന്നു. മോളെ വായോ പോവാം. ഒന്ന് നിക്കൂ. എന്ത്? അനന്യല്ലേ? അല്ല, അമ്മയുടെ പേര് അതാണല്ലോ, പിന്നെന്താ അല്ലാന്ന് പറയണേ? വായോ നമുക്ക് പോവാം. നീയാന്ന് വിളിക്കത്തോണ്ട ഒന്ന് പെട്ടെന്ന് നടക്കലീന. എക്സ്ക്യൂസ് മീ. ഈശോയെ പെട്ടൂലോ. എന്ത്? അല്ല, ഇയാൾ പട്ടണത്തിൽ പഠിച്ച അനന്യല്ലേ? അല്ലാന്ന് പറഞ്ഞൂലോ. പക്ഷെ കുട്ടി അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ചെറിയ കുട്ടിയല്ലേ, തെറ്റിയതാവും. വരട്ടെ. ബാത്റൂമില് ഭയങ്കര ക്യൂ. അല്ല, നീ എന്തുണ്ടാ ഇവിടെ വന്ന് നിക്കണേ? കുട്ടി ഈ സ്ഥലത്തേക്ക് ഓടി, അങ്ങനെ വന്നതാണ്. ശരി, വാ പോവാ. ഓക്കെ. പേരതന്നെയാട്ടാ അങ്കളെ. പേരതാണെന്ന് എനിക്കും തോന്നി. ഒരു കാലത്ത് അമ്മയുടെ വലിയ കൂട്ടുകാരിയായിരുന്നു. അതാണ് എനിക്കും മനസ്സിലാവാത്തത്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് പോവാം. എന്നാ വിളിച്ചോളൂ. അനന്യ എന്തുട്ടിനാ ഓടിപ്പോയെന്നുള്ളത് വഴിയെ നമുക്ക് മനസ്സിലാവൂട്ടാ. ഇഷ്ടാവെന്ന് വെച്ചാ ലൈക്ക് ചെയ്തിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കല്ലേട്ടാ.